മൊഴിയെടുക്കലൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു വരുന്നു മാഡം. എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാലോ? ഷുവർ മാഡം. എങ്കിൽ പ്ലീസ്. ജയശ്രീ, പെൺകുട്ടികളായാൽ പ്രശ്നങ്ങൾ നേരിടാനുള്ള കരുത്താണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. കുട്ടിയുടെ ആദ്യ വിവാഹം ഞാനായിട്ട് മുടക്കിയതല്ല. ജയശ്രീയെ ഒരു ചതിയന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചതാ. അവൻ ചതിയിൽപ്പെടുത്തിയ ഒരു പെൺകുട്ടിയെ കൊണ്ട് തന്നെ അവനെ കെട്ടിച്ചു. ഞാൻ അന്ന് അതവിടെ ചെയ്തില്ലായിരുന്നെങ്കിൽ ജയശ്രീ എന്നവൻ ചതിച്ചിട്ട് മറ്റൊരു പെണ്ണിനെ കാണുമ്പോ അതിന്റെ പുറകെ പോയില്ലാന്ന് എന്താ ഉറപ്പ്? മാഡം, ഈ കല്യാണം കൂടി മുടങ്ങുമെന്നുള്ള പേടിയുണ്ടാ എന്റെ മോൾ ഈ കടുങ്കൈ ചെയ്തത്. ഈ കല്യാണം മുടങ്ങില്ല. ഞാൻ ചെറുക്കന്റെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിട്ട് അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തോളാം. പിന്നെ കാണാതായ സ്വർണം എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാം. അതിനുള്ള വഴിയും ഞാൻ തന്നെ ഉണ്ടാക്കാം. സമാധാനായിട്ടിരിക്കുക. ഞാനുണ്ട് ജയശ്രീയുടെ കൂടെ. സോറി മാഡം. ഹലോ, അസിസ്റ്റന്റ് കമ്മീഷണർ ആരാ സംസാരിക്കുന്നത്? സാർ, ഞാൻ വിജയകുമാറാണ്. ഓട്ടോയിൽ വെച്ച് സ്വർണം കാണാതെ പോയെന്ന് പറഞ്ഞില്ലേ? അന്ന് ആ സ്വർണം എന്റെ ജ്വല്ലറിയിൽ നിന്നാണ് ആ പെൺകുട്ടി വാങ്ങിയത്. പറ, എന്താ വിളിച്ചേ? സാർ, അന്ന് വിവാഹത്തിനായി വാങ്ങിക്കൊണ്ടുപോയ കാണാതായ സ്വർണം അതുണ്ടല്ലോ, അതിന്റെ കൂട്ടത്തിലുള്ള ഒരു മാല വിൽക്കാനായി ഇവിടെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. കാണാതായ സ്വർണത്തിന്റെ കൂടെയുള്ള മാലയോ? അതെ സാർ. ആരാ മാല വെക്കാൻ കൊണ്ടുവന്നേക്കുന്നത്? അത് ഒരു സ്ത്രീയാണ് സാർ. അവരെ വിടരുത്, ഒരു കാരണവശാലും വിടരുത്. ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. ഓക്കെ സാർ, ശരി. മാഡം, ആ കാണാതായ സ്വർണത്തിന്റെ കൂടെയുള്ള മാലയുമായിട്ട് ഒരു സ്ത്രീ അതേ ജ്വല്ലറി തന്നെ അത് വിൽക്കാൻ ചെന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞ രൂപം വെച്ച് നോക്കുമ്പോ മേഡത്തിന്റെ മദറിലോ സത്യഭാമയാവാനാണ് സാധ്യത. അല്ല മേഡം, എന്റെ ഒരു സംശയമാണ്. അത് സത്യമാകാനാണ് സാധ്യത. ഞാനതൊന്ന് നോക്കട്ടെ മേഡം. ഇനി അത് സത്യമാണെങ്കിൽ പിന്നീട് എന്തൊക്കെയാ ഉണ്ടാകുന്നതെന്ന് മേഡം ഒന്ന് ഊഹിച്ചാൽ നന്നായിരിക്കും. കാരണം പിന്നീട് നടക്കുന്ന ഈ സംഭവ പരമ്പരകൾക്ക് പ്രത്യക്ഷത്തിൽ ഒരു അമ്പരപ്പ് കുറഞ്ഞു കിട്ടും. എന്നാ പിന്നെ ഞാനങ്ങോട്ട് വരട്ടെ, കളക്ടർ മേഡം.